പ്രസ് അല്ലേ പുഷ് ബട്ടൺ പുഷ് ബട്ടൺ ബാക്കിൽ AC വെന്റ്സ് ഇല്ല. ഇത് ഡോൾ ടോൺ AC ആണ്. നമുക്ക് ഈ സൈഡിൽ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം, ഇവിടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഡ്രൈവറിന് സെപ്പറേറ്റ് ആയിട്ട് ഡ്രൈവറിനും കോ ഡ്രൈവറിനും സെപ്പറേറ്റ് നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ക്യാമറ വരുന്ന എല്ലാത്തിനും ഉണ്ടോ? ക്യാമറ എല്ലാത്തിലും ഇല്ല. നമുക്ക് W6 മുതൽ ക്യാമറ വരും. ഇതിപ്പം ഏത്? ഇത് W8 ആണ്. ബാക്കിൽ AC വെന്റ് ഇല്ലടാ. ബാക്കിൽ AC വെന്റ് ഇല്ല. അത് നല്ല ബോർ പരിപാടിയല്ലേ. വാനിറ്റി മിറർ ഉണ്ടോ നോക്കിയേ ഫ്രണ്ടില്. വാനിറ്റി രണ്ടിലും ഉണ്ടോ? രണ്ടിലും റൂഫ് ഉണ്ടോ അതിന്? അത് പൊളി കേട്ടോ. സൺറൂഫ് ഈ മോഡലിനാണോ? സൺറൂഫ് ഇത് തന്നെയാണ്. W6 തൊട്ടുണ്ടല്ലേ? W6 മുതൽ സൺറൂഫ് ഉണ്ട്. W6 ഇല്ല, W8 മൂലേ ഉള്ളൂ. W8 ഓപ്ഷനൽ. W8 ഓപ്ഷനിൽ പോലെ സൺറൂഫ് വരത്തുള്ളൂ. ബാക്ക് റിവേഴ്സ് വ്യൂ മിറർ മറ്റേ ഇതാണ്, ഓട്ടോമാറ്റിക് ഡിം ആണോ? ഏത് മിററാണ്? മിറർ ഇത് ഡെഫിനിഷിംഗിന്റെ മിററാണ് അല്ലേ? ഡെഫിനിഷിംഗ്. കൺസോളൊക്കെ നല്ല രസമുണ്ടല്ലേ? കൺസോൾ നമുക്കത് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും അതിൽ. ഓക്കെ. ഹിൽ അസിസ്റ്റന്റ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക്കും മാനുവലിലും ഉണ്ടോ? മാനുവലിലും ഹിൽ അസിസ്റ്റന്റ് ഉണ്ടോ? ഓക്കെ. സ്പീക്കേഴ്സ് ഒക്കെ എന്തിന്റെയാണ്? സ്പീക്കേഴ്സ് ജർമ്മനാണ്. ഡ്രൈവിംഗ് മോഡ് എത്ര മോഡുണ്ട്? ഡ്രൈവിംഗ് മോഡ് 3 മോഡ് വരും. എക്കോണമി, നോർമൽ, സ്പോർട്സ് ഇതിലെ വരും. നമുക്ക് അല്ലാതെ തന്നെ ഇത് സ്റ്റിയറിംഗ് ടൈറ്റ് ആവുന്നതാണ്. ഡ്രൈവിംഗ് മോഡ് ഇതിൽ വരും. അത് ക്രൂസ് കൺട്രോളാണ്. അത് ക്രൂസ് കൺട്രോളാണ്. അല്ല, ഇത് ക്രൂസ് കൺട്രോളാണ്. നമ്മൾ നെക്സ്റ്റ് മേലോട്ടാക്കുമ്പോൾ കട്ടാവും. ഇത് പെട്രോൾ അല്ലേ? ഇത് പെട്രോൾ. ഓട്ടോമാറ്റിക് അവിടെ കിടക്കുന്നത്? ഓട്ടോമാറ്റിക് അവിടെ കിടക്കുന്നത് ഡീസലാണ്. ഓട്ടോമാറ്റിക് നമുക്ക് ഡീസൽ മാത്രമേ ഉള്ളൂ. ഓട്ടോമാറ്റിക് ഓൺ റോഡ് പ്രൈസ് എത്ര വരുന്നുണ്ട്? ഓട്ടോമാറ്റിക് വരുമ്പോൾ 14 വരും. ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ. നമുക്ക് W6 മുതൽ ഓട്ടോമാറ്റിക് ഉണ്ട്. ഇതിപ്പോ എത്ര BHP ആണ്? പെട്രോൾ 110 BHP. 110 BHP 300 Nm ടോർക്ക് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആകുമ്പോൾ? ഓട്ടോമാറ്റിക് ആകുമ്പോഴും സെയിം ആണ്. സെയിം BHP സെയിം തന്നെ. പക്ഷെ ഡീസൽ ആകുമ്പോഴത്തേക്കുള്ള വ്യത്യാസമില്ല. ഡീസൽ ആകുമ്പോൾ 115 വരും. മാനുവൽ ഡീസൽ ആകുമ്പോൾ? മാനുവൽ ഡീസൽ. AMT ആകുമ്പോൾ. ഓക്കെ. AMT ആകുമ്പോൾ? AMT ഗിയർ ബോക്സ് ആണല്ലോ ഓട്ടോമാറ്റിക്കിന്? AMT ഗിയർ ബോക്സ് ആണ്. ബാക്ക് സീറ്റ് ഭയങ്കര റിജിഡ് ആണ്. ബാക്ക് സ്പേസ് ഈ സൈഡ് കുഴപ്പമില്ല, നടുക്കുള്ള ഭാഗം നല്ല റിജിഡ് ആണ്. ഉണ്ട്. സീറ്റ് ബെൽറ്റ് ഉണ്ടോ? സീറ്റ് ബെൽറ്റ് ഉണ്ടോ? നമുക്ക് ഈ സീറ്റിന്റെ ബാക്ക് സീറ്റില്ലേ, റിയർ സീറ്റില് 5.3 സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. സെൻട്രലിലും ഉണ്ട്. ഇതിപ്പോ W8 ആണോ? W8. ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ്? ഇത് 13 വരും. 14 സ്റ്റാർട്ടിംഗ്. W6 ആണെങ്കിൽ 10-11 സംതിങ് വരത്തുള്ളൂ. ഓഫേഴ്സ് ഒന്നുമില്ല ഇപ്പൊ? ഓഫേഴ്സ് ഉണ്ട്. ഇപ്പൊ ഒരു 45,000 ഓഫേഴ്സ് അവൈലബിൾ ആണ്. ക്യാഷ് ഓഫർ അവൈലബിൾ ആണ്. ഡിസ്കൗണ്ട് ആണോ അതോ ഓഫറാണ്? ഡിസ്കൗണ്ട് അല്ല, ഓഫറാണ്. ഇതിന്റെ കോമ്പറ്റീഷൻ ആയിട്ട് വരുമ്പോഴത്തേക്കും വെന്യൂ വരും. ഡസ്റ്റർ, എക്കോസ്പോർട്ട് വരും. വെന്യൂ ആണല്ലേ നിയറസ്റ്റ് വെന്യൂ ആണ്. സോഫ്റ്റ് ടച്ച് ഡാഷ്ബോർഡ്, സ്റ്റോറേജ്. ഇത് ഗ്ലോ ബോക്സ് ഇവിടെ ഉണ്ട്. ഓക്കെ. അത് തന്നെ മുകളില് ഇതിലൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ 7 എയർ ബാഗ് വരുന്നുണ്ട്. എല്ലാത്തിലും 6 എയർ ബാഗ് വരുന്നുള്ളൂ. ഇതിൽ നീ എയർ ബാഗ് ഒന്നും. ഓക്കെ ഓക്കെ. സസ്പെൻഷൻ അലുമിനിയം സസ്പെൻഷൻ ആണ് വരുന്നത്. ലീഫ് അല്ലല്ലോ? ലീഫ് അല്ല.
ഇത് നല്ല മൂവിങ് ഉള്ളതാ. ഇതും നമ്മുടെ മറാസോ ഇല്ലേ, മറാസോ നല്ല മൂവിങ് ഉള്ള മോഡൽസ്. ഓൺ റോഡ് പ്രൈസ് എത്ര വരുന്നുണ്ട്? മറാസോ ബേസ് മോഡൽ വന്നിട്ട് 11 വരും. അൾട്ടോറാസ് 2 വീൽ ഡ്രൈവർ ആണെങ്കിൽ 2 വീൽ ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ 35 വരും. 4 വീലർ ആണ് 39 വരും. മഹേന്ദ്ര വല്ലതും ട്രൈബർ പോലത്തെ മറ്റേ ചെറിയ ബഡ്ജറ്റ് സെഗ്മെന്റ് 7 സീറ്റർ വല്ലതും ഒന്നും വരുന്നില്ല. 7 സീറ്റർ വരുന്നത് നമുക്ക് ബൊലേറോ ഉണ്ട്. ബൊലേറോ 8 lakhs വരുന്നുള്ളൂ ബേസ് മോഡൽ. ബൊലേറോ ഇപ്പൊ പവർ പ്ലസ് വന്നിട്ടുണ്ട്. 1.5 ലിറ്റർ എഞ്ചിനാണ്. നല്ല മൈലേജ് ആ വണ്ടി. ഡീസൽ അല്ലേ? ഡീസൽ. സ്റ്റിയറിംഗ് ഇത് ഇപ്പൊ ഇങ്ങനെ ലൈറ്റ് ആണോ? ഇത് ഇലക്ട്രോണിക് അസിസ്റ്റന്റ് അല്ലേ? ഇലക്ട്രോണിക് അസിസ്റ്റന്റ് ആണ്. നമ്മൾ സ്പീഡ് അനുസരിച്ച് സെൻസ് ചെയ്ത് നമുക്ക് ഓരോ മോഡലിലേക്ക് പോകും. ഓട്ടോമാറ്റിക് ആയിട്ട് പോകും. തനിയെ സ്റ്റിഫ് ആയിക്കോളും. തനിയെ സ്റ്റിഫ് ആയിക്കോളും. അല്ല നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലാതെ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ചെറിയ റോഡിലൊക്കെ ഇത് നമ്മുടെ ഇതിന്റെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഈ കൊറിയൻ സാങ്യും ടിവോലി അറിയാമോ? അതിന്റെ സെയിം പ്ലാറ്റ്ഫോമാണ് വരുന്നത്. മഹീന്ദ്രയും സാങ്യും ഉണ്ട്. നമ്മുടെ ഇവിടെ ഇല്ല, ഇന്ത്യയിൽ കുറവാണ്. ഇവിടെ പണ്ട് ഇറക്കിയ വണ്ടി ഇറങ്ങുന്നുണ്ടായിരുന്നു. അതെ അതെ, റെക്സ്റ്റൺ. നമ്മുടെ റെക്സ്റ്റൺ ആണ് നമ്മുടെ ആൾട്രോറാസ് ആയിട്ട് വരുന്നത്. റെക്സ്റ്റൺ അല്ലേ? എന്റെ ഇൻഫോടൈൻമെന്റ് ഇതാണ്. കാർപ്ലേ വരുന്നുണ്ട്, ആൻഡ്രോയിഡ്, ആപ്പിൾ വരുന്നുണ്ട്. നാവിഗേഷൻ എങ്ങനെ സെപ്പറേറ്റ് പേ ചെയ്യണോ? അല്ലല്ല, അല്ലാതെ ഉണ്ട്. ഇൻബിൽറ്റ് ചെയ്തിട്ടുണ്ട്. റിന്യൂ ചെയ്യണോ? പിന്നെ ഇല്ലല്ല, ലൈഫ് ടൈം ആണ്. വൈഫൈ കണക്ട് ചെയ്താൽ അപ്ഡേഷൻ ആയിക്കോളും. ഓക്കെ. ബാക്കില് ഹെഡ് റൂമാണ്. ഹെഡ് റൂം കുറച്ച് കുറവാണ്. ഇന്റീരിയേഴ്സ് എല്ലാത്തിനും ഇതേ കളറാണോ അതോ ബ്ലാക്ക് ഇന്റീരിയർ വരുന്നുണ്ടോ? ഇത് നമുക്ക് എല്ലാം ഇത് തന്നെയാണ്. ബേജ് ബ്ലാക്ക് ആണ് വരുന്നത്. സീറ്റുകൾ മാത്രം മാറ്റം വരും. ഇത് ലെതർ സീറ്റാ വരുന്നത്. മറ്റേ ഫാബ്രിക് ആയിരിക്കും. ഇപ്പോഴും കളർ ബേജ് തന്നെ ആയിരിക്കും. കളർ ബേജ് ആയിരിക്കും. കളറിനൊന്നും ഒരു മാറ്റം വരുന്നില്ല. ചാർജിങ് കാര്യങ്ങളൊക്കെ? ചാർജിങ് പോർട്ട് ഇവിടെ ഉണ്ട്. ബാക്കിലുണ്ടല്ലോ. ബാക്കിലുണ്ടോ? ഇല്ല. സീറ്റ് ഇലക്ട്രോണിക് മറ്റേ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നല്ലേ? ഇല്ല, അത് 5W വരുന്നുള്ളൂ. ഇതിനകത്തില്ല. അല്ലാതെ ഇലക്ട്രോണിക് അല്ലാണ്ടെങ്കിലും ലിഫ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. ഫിക്സഡ് പൊസിഷൻ ആണ്. ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടും ബാക്കും. ഡ്രൈവറും കോ ഡ്രൈവർ ഇല്ല. ഡ്രൈവർ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടല്ലോ. ഡ്രൈവർ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. ടെലിസ്കോപ്പിക് ആണ്. ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാം, താക്കുകയും ചെയ്യാം. ഡിഫോക്കേഴ്സ് ഫ്രണ്ട് ബാക്ക് വരുന്നുണ്ട്. അതെല്ലാത്തിലും വരുന്നുണ്ടോ? ഡിഫോഗർ എല്ലാത്തിലും വരുന്നില്ല. 6 മുതൽ സ്റ്റാർട്ടിങ്. ഇത് 1.2 ലിറ്റർ ടർബോ ചാർജ് ഡീസൽ പെട്രോൾ എഞ്ചിനാണ്. നീ പെട്രോൾ അല്ലേ നോക്കണേ? ഞാൻ പെട്രോൾ ആണോ? പെട്രോൾ ഡീസലാകുമ്പോൾ നല്ല മൈലേജ് ആട്ടോ. 20 മേളിൽ മൈലേജ് കിട്ടുന്നുണ്ട്. ഇതിന് എത്രയാണ് മൈലേജ്? ഇത് 18 കിട്ടും. 18 കിട്ടും. കാരണം 1.2 അല്ലേ എഞ്ചിന് വരുന്നുള്ളൂ. കിലോമീറ്ററിന് 36 സംതിങ് പൈസ വരുന്നുള്ളൂ. നമുക്ക് ഫുൾ ഓപ്ഷനിൽ വരുമ്പോൾ ഹീറ്റഡ് ORVMs ഒക്കെ അവൈലബിൾ ആണ്. മിറർ ഇല്ലേ, ഹീറ്റിംഗ് ഫെസിലിറ്റി ഉണ്ട്. മഴയൊക്കെ പെയ്ത്. ഇത് പാർക്കിംഗ് അസിസ്റ്റ് ഏതാണ്? 60% തനിയെ വരും. Please select the parking mode if you need assistance. മെലിറ്റ് മതി, കുഴപ്പമില്ല. ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് കൊണ്ട് നമുക്ക് ഹിൽ അസിസ്റ്റ് വരുന്നുണ്ടോ? ഇല്ല. ഓട്ടോമാറ്റിക് ആയിട്ടില്ല. ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി ഹിൽ അസിസ്റ്റ് എന്തായാലും വരും. ഇല്ല, ഞാൻ നേരത്തെ അവിടെ റിവേഴ്സ് എടുത്ത് ഞാൻ കയറിയപ്പോഴേ വണ്ടി അവിടെ ലോക്കായിട്ട് തന്നെ നിൽക്കുമായിരുന്നു. ഇല്ല, അത് ക്ലച്ച് താങ്ങിയാലേ വരുന്നത്. ക്ലച്ച് നമ്മൾ ഫസ്റ്റ് ക്ലച്ചും ബ്രേക്കും കൂടെ പ്രസ് ചെയ്ത് പിന്നെ അത് ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോഴേ അല്ല 3 സെക്കൻഡ് എന്താ വരുന്നുള്ളൂ അതിന്റെ ഡ്യൂറേഷൻ. വാല്യൂ ഫോർ മണിയോ വണ്ടി.
4 വീല് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ഓക്കെ. ABS പ്ലസ് EBD. സ്റ്റാൻഡേർഡ് വണ്ടിയിൽ നമുക്ക് റിയർ സെൻസേഴ്സ് എല്ലാം അലോയ് 17 ആണ്. അലോയ് 17 ആണ്. പിന്നെ ഇത് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ഉണ്ട്. അത് W8 ഓപ്ഷനിൽ മുതൽ വരുന്നുള്ളൂ. ഓക്കെ. നമുക്ക് ഇതിൻ്റെ 2 ഇതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് മേളിൽ സെറ്റ് ചെയ്യാൻ പറ്റും, താഴെ വെക്കാൻ പറ്റും. ഇതിന് മറ്റേ ഇവിടുത്തെ പ്ലാറ്റ്ഫോം ഇല്ലാത്തതാണോ മറ്റേ പുള്ളി പറഞ്ഞ പോലെ? പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതിൽ അഡീഷണൽ ആക്സസറീസ് ആണ്. ബൂട്ട് എത്ര സ്പേസ്? താഴത്തെ ലെയറും കൂടെ എടുത്തിട്ട് ഫിൽസ് എല്ലാത്തിനും വരുന്നുണ്ടോ? നമുക്ക് ഇതിലെ സിൽവർ അല്ലെങ്കിൽ ബ്ലാക്ക് വരും. പരിപാടി എന്ന് പറഞ്ഞാൽ ഈ സിംഗം മീറ്റർ സൈഡില്ലേ? ഓ, ചുമ്മാ വെച്ചാൽ മതി, ഇട്ടാൽ മതിയല്ലോ. ഞെക്കണ്ട, ഞെക്കിയാൽ ലോക്കാവില്ല. ഇവിടെ കീ സൈഡിൽ ഡോർ മാത്രം ഓപ്പൺ ആവും. ബാക്കിലാണെങ്കിൽ ബാക്ക് മാത്രം. ഓക്കെ. ബാക്കിൽ നിൽക്കുമ്പോൾ മാത്രമേ വണ്ടി ഓപ്പൺ ആയി. ഇത് ഡയമണ്ട് കട്ടർ ജോലി ടോൺ വേറെ